الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا ومعلمنا وأسوتنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المهجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا സദഖല്ലാഹുൽ അലിയുൽ അലീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവ്, നമ്മുടെ അന്നദാതാവ്, നമ്മെ ഈ ലോകത്ത് ജനിപ്പിച്ച് ഇത്രയുമാക്കിയ പടച്ചതമ്പുരാൻ നമുക്ക് ആരോഗ്യവും ബുദ്ധിയും ആയുസ്സും നൽകിയ കരുണാവാരിധിയായ അല്ലാഹു, നമുക്ക് കണക്കറ്റ അനുഗ്രഹങ്ങൾ നൽകിയ പടച്ചതമ്പുരാൻ, ഈ അല്ലാഹുവിനോട് നന്ദി കാണിച്ച് അവൻ നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക, അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, അവനോടുള്ള നന്ദിയാണ് എന്ന് മനസ്സിലാക്കി മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന്, പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ പ്രിയപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അവന്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുകയും അവന്റെ സ്വർഗത്തിലെ ജന്നാത്തിൽ ഫിർദൗസ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നിങ്ങളിൽ പലരുടെയും ഉമ്മമാർ ജീവിച്ചിരിപ്പുണ്ടാവും, പലരുടെയും ഉമ്മമാർ മരിച്ചുപോയിരിക്കുന്നു. രണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ യാദൃശ്ചികമായി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വായനയ്ക്കിടയിൽ ഉമ്മയുടെയും മക്കളുടെയും കഥ യാദൃശ്ചികമായി ഞാൻ വായിച്ചുപോയി. അത് വായിച്ചപ്പോൾ നിങ്ങളുമായി അത് പങ്കിടണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2-3 കഥകളാണ് അതിൽ വിവരിച്ചിട്ടുള്ളത്. അതിൽ 3-ൽ 2 കഥകളല്ല, യഥാർത്ഥ സംഭവമാണ്. മൂന്നാമത്തേത് കഥയാണോ സംഭവമാണോ എന്ന് വ്യക്തമല്ല.
ഒരു കഥ, ഒരു സംഭവം സഹോദരിമാരെയും ഒരാള് അയാളുടെ അനുഭവം വിവരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ഉമ്മയെ പരിഗണിക്കുന്ന, എപ്പോഴും ഉമ്മയുടെ കാര്യം ശ്രദ്ധിക്കുന്ന ഒരു മകനാണ്. അള്ളാഹു വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള വിഷയമാണ് എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉമ്മയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് 21 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഞാനും എന്റെ ഭാര്യയും 3 കുട്ടികളും സുഖമായി ജീവിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടെ എന്റെ ഭാര്യ എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കും, നമ്മൾ യഥാർത്ഥത്തിൽ ഉമ്മയോടുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്നുണ്ടോ? ശരിയാണ്, നമ്മൾ ഉമ്മയുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര മതിയോ? ഉമ്മയെ നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഉമ്മാനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചു. ഉമ്മയെ ഞാൻ സന്ദർശിക്കാറുണ്ട്, ഉമ്മയുടെ അടുത്ത് പോയിരുന്ന് വർത്തമാനം പറയാറുണ്ട്. പക്ഷേ എന്റെ ജോലി തിരക്കുകൾക്കിടയിൽ എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം നോക്കുന്നതിനിടയിൽ പലപ്പോഴും എനിക്ക് ഉമ്മയുടെ കാര്യങ്ങൾ വേണ്ടത്ര അന്വേഷിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ ഉമ്മയുടെ കൂടെ ഞാൻ സമയം ചെലവഴിക്കാറില്ല. ഭാര്യ എന്നെ ഇത് ഉണർത്തിയപ്പോ ഞാൻ ഉമ്മയുടെ അടുത്ത് പോയി. എന്നിട്ട് ഉമ്മയോട് ഞാൻ വിശദമായി സംസാരിച്ചു. ഞാനും ഉമ്മയും ധാരണയിലായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുറച്ച് സമയം, കൂടുതൽ സമയം ഒരുമിച്ച് കഴിയണം. അതുകൊണ്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് ഒന്ന് പുറത്തുപോയി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഉമ്മയെ ഞാൻ വിളിച്ചപ്പോൾ ഉമ്മയോട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പുറത്തു പോകാം ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഉമ്മ ചോദിച്ചു, നമ്മൾ എന്ന് പറഞ്ഞാൽ ആര്? ഭാര്യയും കുട്ടികളും, നമ്മുടെ കുട്ടികളില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനും ഉമ്മയും മാത്രമാണ്, ഭാര്യയെയും കുട്ടികളെയും കൂട്ടുന്നില്ല. അപ്പൊ ഉമ്മ അവരുടെ കാര്യം കൂടി ചോദിച്ചു, അവരെയും കൂട്ടി നമുക്ക് പോയിക്കൂടെ? അല്ല, ഉമ്മ മാത്രമാകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് യഥാർത്ഥത്തിൽ വലിയ സന്തോഷമായി. ഉമ്മ എനിക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഭാര്യയെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. പക്ഷേ ഉമ്മ മതി എന്ന് പറഞ്ഞപ്പോ ഉമ്മാക്കും അത് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഇരുന്നു. ഞാൻ ഭക്ഷണത്തിന്റെ മെനു എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ പുഞ്ചിരി. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, എന്താണ് ഉമ്മ ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, മുമ്പൊക്കെ നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് ഞാൻ വായിച്ചു തരികയായിരുന്നു പതിവ്. ഇതേപോലെ ഇപ്പോൾ നീ ഭക്ഷണത്തിന്റെ പേരിങ്ങനെ നോക്കി എനിക്ക് വായിച്ചു തരുന്നപ്പോ ഞാൻ ഓർത്തു, ഞാൻ ചെറുപ്പത്തിൽ നിനക്ക് വായിച്ചു തരികയായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോ എനിക്ക് കണ്ണ് കാണുന്നില്ല. പ്രത്യേകിച്ചും ഉപ്പയുടെ മരണത്തിന് ശേഷം, ഉപ്പ മരിച്ചു പോയിരിക്കുന്നു. ഉപ്പയുടെ മരണത്തിന് ശേഷം എന്റെ കാഴ്ച വളരെ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ അതോർത്ത്, ഞാൻ മുമ്പ് നിനക്ക് വായിച്ചു തരികയായിരുന്നല്ലോ, ഇപ്പോൾ നീ എനിക്ക് വായിച്ചു തരികയാണല്ലോ എന്ന് ആലോചിച്ച് ഒന്ന് ചിരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. രാത്രി വളരെ വൈകുന്നത് വരെ സംസാരിച്ചിരുന്നു ഉമ്മയുമായിട്ട്. ഉമ്മാക്ക് കുറേ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടായിരുന്നു. അതിനൊന്നും ഒരു അവസരം യഥാർത്ഥത്തിൽ ഞാൻ നൽകിയിട്ടില്ല. കാരണം എനിക്ക് സമയമില്ലായിരുന്നു, കരുതിക്കൂട്ടിയല്ല. അങ്ങനെ രാത്രി വളരെ പാതിരാ സമയം വരെ ഉമ്മയും ഞാനും ആ ഹോട്ടലിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉമ്മ കുറേ കാര്യങ്ങൾ, എന്റെ കുട്ടിക്കാലത്ത് കുറേ കാര്യങ്ങൾ അനുസ്മരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മയും ധാരണയിലായി, ഇനി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കുറച്ച് കൂടുതൽ സമയം ഉമ്മയോടൊത്ത് ഞാൻ ചെലവഴിക്കും എന്ന് ഉമ്മയോട് പറഞ്ഞു. അപ്പോഴും ഉമ്മ പറഞ്ഞു, കുട്ടികളെ കൂടി കൂട്ടണം. ഉമ്മാക്ക് യഥാർത്ഥത്തിൽ മകന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യമെങ്കിലും മകന്റെ താല്പര്യം മകന്റെ ഭാര്യയും കുട്ടികളും കൂടെ ഉണ്ടാകുന്നതാണ് എന്ന് വിചാരിച്ചായിരിക്കും ഉമ്മ അത് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, അവരുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഉമ്മയുടെ കൂടെ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ശരി, പക്ഷേ ഭക്ഷണത്തിന്റെ ബില്ല് കൊടുക്കുന്നത് ഞാനായിരിക്കും, ഒരിക്കലും നീ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഉമ്മ സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞ്
അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള ദിവസം വരുന്നതിന് മുമ്പ് എന്റെ ഉമ്മ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് ഒരു കത്ത് കിട്ടി. അവർ കൊടുത്തയച്ച കത്ത് എന്റെ ഉമ്മ എഴുതിയ ഒരു കത്തായിരുന്നു അത്. ആ കത്തിൽ ഉമ്മ എഴുതിയിട്ടുണ്ട്, ഹോട്ടലിന്റെ ഉടമകളോട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഉമ്മ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി എന്റെ മോൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അതിന്റെ പൈസയാണിത്, അവന്റെ പൈസ, അവനിൽ നിന്ന് പൈസ വാങ്ങരുത് എന്ന് പറഞ്ഞ് ഉമ്മാക്കൊരു കത്തും മകനൊരു കത്തും ഉമ്മ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭക്ഷണം കഴിക്കുവാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിന്റെയും നിന്റെ കുട്ടികളുടെയും ഭാര്യയുടെയും ഭക്ഷണത്തിന്റെ പണമാണിത്, നിങ്ങൾ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുക എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇത് ഒരു കഥ. രണ്ടാമത്തെ ഒരു സംഭവം ഒരു ഡോക്ടർ പറയുന്നതാണ്. ആ ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. ഇതൊക്കെ യഥാർത്ഥ സംഭവമാണ്. അവർ പറയുകയാണ്, ഞാൻ ഈ ഉമ്മയുടെയും ഉമ്മയുടെ മകന്റെയും കാര്യം ആലോചിച്ച് അത്ഭുതപ്പെടുകയാണ്. ഉമ്മാക്ക് ബുദ്ധിമാന്ദ്യമാണ്, ബുദ്ധിസ്ഥിരതയില്ല, ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഈ ഉമ്മയുടെ മകൻ എങ്ങനെയാണ് ഈ ഉമ്മയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ അടുത്ത് കൃത്യമായി ഉമ്മയെ അദ്ദേഹം കൊണ്ടുവരുന്നു. ഉമ്മക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് ഈ മകനാണ്. ഉമ്മയുടെ മലമൂത്ര വിസർജനം ഉമ്മാക്കറിയില്ല, മലമൂത്ര വിസർജനം നടത്തുന്നത് അത് മുഴുവനും ചെയ്യുന്നത് ഈ മകനാണ്. ഉമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നത് ഈ മകനാണ്. ഈ മകന് വേണ്ടിയിട്ട് ഉമ്മ സാധാരണ കുട്ടികളെ ചെറുപ്പത്തിൽ നോക്കുന്നത് പോലെ ഈ ഉമ്മ ഈ കുട്ടിയെ നോക്കിയിട്ടില്ല, നോക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴും ആ ഉമ്മക്ക് വേണ്ടത്ര സുഖമില്ല, ബുദ്ധിമാന്ദ്യമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ നോക്കിയത് വല്യുമ്മയാണ്. പക്ഷേ ഈ കുട്ടിക്കും അറിയാം ഉമ്മാക്ക് എന്നെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, ബുദ്ധിമാന്ദ്യം കൊണ്ട്, ബുദ്ധിസ്ഥിരതയില്ലാത്തത് കൊണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഉമ്മയെ യാതൊരുവിധ പ്രയാസവുമില്ലാതെ ഈ മകൻ നോക്കിക്കൊണ്ടിരുന്നതിന്റെ സംഭവങ്ങളാണ് ഈ ഡോക്ടർ ഉദ്ധരിക്കുന്നത്. ആ മകനെ സംബന്ധിച്ച് ഈ ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കഷ്ടപ്പെടുന്ന, ഉമ്മ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ലാതെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഉമ്മയുടെ വസ്ത്രം അലക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഉമ്മയുടെ വായയിൽ ചോറ് ഉരുള വെച്ച് കൊടുക്കുന്ന ഈ മകനെ പറ്റിയാണ് ആ ഡോക്ടർ അത്ഭുതപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം ഒരു മകൻ വിവരിക്കുകയാണ്. എന്റെ ഉമ്മാക്ക് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ കണ്ണ് മാത്രമാണ് ഉമ്മാക്കുണ്ടായിരുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എന്റെ ഉമ്മയുടെ ഒറ്റക്കണ്ണ് എനിക്കൊരു വിഷയമായിരുന്നു. കുട്ടികളെ എന്റെ സഹപാഠികൾ പലരും വീട്ടിൽ വരുമ്പോ ഉമ്മ ഒറ്റക്കണ്ണാണ് എന്നത് എനിക്ക് ഒരു കുറച്ചിലുണ്ടാക്കും. പല ആളുകളും ഉമ്മാക്ക് ഒരു കണ്ണല്ലേ എന്ന് ചോദിക്കുമ്പോ അത് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടാവും. ഒരു ദിവസം വീട്ടിൽ എന്റെ കൂട്ടുകാർ വന്ന് അവർ ഉമ്മയുടെ ഈ ഒറ്റക്കണ്ണ് കണ്ടപ്പോ അവർ പരിഹാസപൂർവ്വം ചിരിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ അസ്വസ്ഥതയായി, ഉമ്മയോട് ദേഷ്യമായി. അങ്ങനെ എന്റെ ദേഷ്യം സഹിക്കാതെ ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണ് എന്ന് പറയുന്നത് എനിക്ക് ഒരു കുറച്ചിലാണ്, നിങ്ങൾക്കെന്താ ഒന്ന് മരിച്ചുപോയിക്കൂടെ, ചത്തുകൂടെ എന്ന് ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഉമ്മയുമായി പിരിഞ്ഞു. എനിക്ക് പഠിക്കാൻ വിദേശത്ത് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ പഠിച്ചു വലുതായി. ശേഷം ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് കുട്ടികളും കുടുംബവുമായി, ഉമ്മയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ വേർപെടുത്തി. അങ്ങനെ ഞാൻ ഒരു നല്ല ജോലിയും കിട്ടി. ഉമ്മയുടെ ഒരു വിവരവുമില്ലാതെ ഞാനും എന്റെ ഭാര്യയും കുട്ടികളും സുന്ദരമായി ഒരു ദൂരെയുള്ള പട്ടണത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസമുണ്ട് വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അതെന്റെ ഉമ്മയായിരുന്നു. അങ്ങനെ വാതിൽ തുറന്നപ്പോ എന്റെ കുട്ടികൾ ഈ ഒറ്റക്കണ്ണ് ഉള്ള ഒരു സ്ത്രീയെ കണ്ട് പരിഹാസപൂർവ്വം ചിരിച്ചു. ചില കുട്ടികൾ പേടിച്ച് പിന്നോട്ട് പോയി. വാതിൽ തുറന്ന് ഞാൻ എന്റെ ഉമ്മയെ കണ്ടപ്പോ എനിക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു. ഞാൻ എന്റെ ഉമ്മയോട് എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. അപ്പ എന്റെ ഉമ്മ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് വീട് മാറിപ്പോയതായിരിക്കും.
മകൻ ആറ്റുവിടുകയാണ് എന്ന് ഉമ്മക്കറിയാം. പക്ഷേ ഉമ്മ അത് അപ്പോൾ പോലും മകനോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ്. വീട് മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ച് അറിയാത്തതുപോലെ, മകനൊന്നും ചെയ്യാത്തതുപോലെ മകൻ എന്നെ ആറ്റുവിടുന്നില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഉമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ വീണ്ടും കുറെ കാലം കഴിഞ്ഞ് എനിക്ക് എന്റെ പഴയ തറവാടിന്റെ അടുത്ത് പോകാൻ ഒരവസരമുണ്ടായി. അങ്ങനെ അടുത്ത് പോയപ്പോ ഞാൻ എന്റെ പഴയ വീട്, ഉമ്മ താമസിച്ച വീടൊന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ ചെന്നു, പഴയ തറവാട്ടിൽ. അങ്ങനെ വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ തുറക്കുന്നില്ല, ആരും അകത്തില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എന്റെ അയൽവാസികൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ, ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചുപോയി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അവർ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് തരാൻ വേണ്ടി, നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു കത്ത് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കത്ത് അദ്ദേഹം പൊളിച്ചു വായിച്ചു. അതിൽ ഉമ്മ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി എന്നെനിക്കറിയാം. ഞാൻ കാരണം നീ പല സദസ്സുകളിലും അപമാനിതനായി, നിന്നെ പലരും പരിഹസിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ മോനെ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിന്റെ ചെറുപ്പകാലത്ത് നീ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നിനക്കൊരു അപകടം സംഭവിച്ചു. ആ അപകടത്തിൽ നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അന്ന് എന്റെ കുഞ്ഞിന്റെ കണ്ണ് അവൻ ലോകം കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ ഒരു കണ്ണ് ഞാൻ നിനക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഒരു ഒറ്റ കണ്ണുള്ള സ്ത്രീയായത് എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ 3 സംഭവങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, നമ്മുടെ സമുദായത്തിലെ സഹോദരന്മാരും സഹോദരിമാരും യഥാർത്ഥത്തിൽ അവരുടെ ഉമ്മമാരോടുള്ള ബാധ്യതകൾ ഞാനുൾപ്പെടെയുള്ള ആളുകൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ വളരെ നന്നായി മാതാക്കളോട് പെരുമാറുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഉമ്മാക്ക് ഒരു മകനോടുള്ള സ്നേഹവും ഒരു മകൻ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്ന സ്നേഹവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എത്ര കൊടുത്താലും നമ്മൾ പിന്നിൽ തന്നെയാണ്. ഒരാള് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, എന്റെ ഉമ്മ അബ്ദുല്ലാഹിബ്നു ഉമർ വളരെ വയസ്സായിരിക്കുന്നു, അവർക്ക് ഒന്നിനും കഴിയില്ല. ഞാനാണ് അവരെ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ, വീട്ടിൽ തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഞാൻ അവരെ ഏറ്റുകൊണ്ട് നടക്കണം. അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. ഞാൻ എന്റെ ഉമ്മയെ ഏറ്റുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഏറ്റുകൊണ്ട് നടക്കുമ്പോൾ എന്റെ ഉമ്മ പലപ്പോഴും മൂത്രിക്കുകയും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തും. ഇതൊക്കെ പലപ്പോഴും എന്റെ ശരീരത്തിലായിരിക്കും. അവർക്ക് അറിയില്ല ഇതൊന്നും, അതിനുള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ അതൊന്നും എനിക്ക് ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനതൊക്കെ വൃത്തിയാക്കി അവരെ സന്തോഷപൂർവ്വം പരിചരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തറാനി ബിദാലിക ഖദ് അദ്ദൈതു ഹഖ്ഖഹ, നിങ്ങൾ എന്ത് പറയുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ? ഞാൻ അവരോടുള്ള ബാധ്യതകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, അവരോടുള്ള ബാധ്യതയുടെ ഒരു ചെറിയ അംശം പോലും നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ പോലും അവരോടുള്ള ബാധ്യതയുടെ ഒരു ചെറിയ അംശം, നിങ്ങളുടെ ശരീരത്തിലൂടെ മലമൂത്ര വിസർജനം നടത്തുന്ന നിങ്ങളുടെ ഉമ്മ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പരാതിയുമില്ലാതെ സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന മകനാണ് നിങ്ങളെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങളുടെ ബാധ്യതയുടെ ഒരു ചെറിയ അംശം പോലും നിങ്ങൾ നിർവഹിക്കുന്നില്ല. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയെ പരിചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഉമ്മ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ഉമ്മയല്ല ഇത്. ഉമ്മമാർ മരിച്ചു പോകാനുള്ളതാണ്, അവർക്ക് പ്രായമായിരിക്കുന്നു. അവരെ നിങ്ങൾ ചികിത്സിക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്, ഒരു പരിധിയുണ്ട്. അവർ മരിക്കുന്നതുവരെ ചികിത്സ എന്നതാണ് നിങ്ങൾ ചികിത്സിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ്. അതേവസരം ഇതേ ഉമ്മ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നിങ്ങൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മകൻ ജീവിക്കാൻ വേണ്ടിയുള്ള പരിചരണം എന്ന വിചാരത്തോടുകൂടിയായിരുന്നു. എന്റെ മകൻ കാലാകാലവും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്റെ മകനെ ഞാൻ നോക്കുന്നു എന്നാണ് ഒരു ഉമ്മ മകനെ പരിചരിക്കുമ്പോൾ വിചാരിക്കുന്നത്. ഒരു മകൻ പരിചരിക്കുന്ന മകൻ പോലും ഉമ്മയെ പരിചരിക്കുമ്പോൾ മരിക്കാനിരിക്കുന്ന ഉമ്മ
അതിനൊരറ്റമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉമ്മയും മകനും തമ്മിലുള്ള വ്യത്യാസം എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ സഹാബിയോട് പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ ഈ 2-3 സംഭവങ്ങൾ സഹോദരന്മാരെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉമ്മമാരോട് പെരുമാറുന്നത് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മമാരോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും ഉമ്മമാരുടെ മരണത്തിന് ശേഷം വലിയ ദുഃഖങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായത് ആളുകൾ ആലോചിക്കുന്നില്ല, ഈ ഉമ്മ എന്ന് പറയുന്നത് മരിക്കാനുള്ളതാണ്. ഈ ഉമ്മക്ക് സാധാരണഗതിയിൽ മരണം ആർക്കും സംഭവിക്കാം, പക്ഷേ സാധാരണഗതിയിൽ വയസ്സ് പരിഗണിച്ചുകൊണ്ട് ഈ ഉമ്മ എന്ന് പറയുന്നത് ഏതവസരത്തിലും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സമ്പത്താണ്. അതേതവസരത്തിലും ഇല്ലാതാകാം. കാരണം ഉമ്മ എന്ന് പറയുന്നത് മകന്റെ മുമ്പിലാണ് പലപ്പോഴും മരിക്കുന്നത്. ഉമ്മ ജീവിച്ചിരിക്കെ മരിക്കുന്ന മക്കളുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ അധിക മക്കളും ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ മരിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോ മരിച്ചു പോകാനുള്ളതാണ് ഉമ്മ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾ ഓർക്കാതിരിക്കുകയും പിന്നെ മരിച്ചുപോയ ശേഷം ഉമ്മയെ വേണ്ടത്ര നോക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഇതിനേക്കാൾ ഉമ്മയെ പരിചരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന നല്ലവരായ എത്രയോ മക്കളുണ്ട്. അപ്പോഴും ദുഃഖിക്കാത്തവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നല്ലവരായ മക്കൾ തന്നെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ഉമ്മ ഇത്ര വേഗം മരിക്കുമെന്ന് വിചാരിച്ചില്ല, ഉപ്പ ഇത്ര വേഗം ഞങ്ങളോട് യാത്ര പറയുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഒരു ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കിയതിനേക്കാൾ ഉമ്മയെ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയതിനേക്കാൾ ഉപ്പയെ നോക്കാമായിരുന്നല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഉമ്മമാരും ഉപ്പമാരും ജീവിച്ചിരിക്കുന്ന മക്കളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന വിധത്തിൽ ഉമ്മയെയും ഉപ്പയെയും പരിചരിക്കരുത്. ഇതേതവസരത്തിലും നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒരു കനിയാണ്. നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ സേവനത്തെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും കൊടുത്താൽ തീരാത്ത ബാധ്യതകളാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ളത് എന്ന് ഓർക്കണം. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. പടച്ചവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന തൗഹീദ് ഉന്നുള്ള ആഹ്വാനത്തിന് ശേഷം അള്ളാഹുവിന് രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ള കാര്യം വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളതാണ്. എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം എന്നാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ വയസ്സായി കഴിഞ്ഞാൽ, എന്റെ അടുത്ത് അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ, രണ്ടാൾക്കും അല്ലെങ്കിൽ രണ്ടിലൊരാൾക്ക് ഒരിക്കലും അവരോട് ഉഫ്ഫിൻ എന്ന് പറയരുത്. നമ്മുടെ വിമർശനത്തിന്റെ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഏറ്റവും ചെറിയ പദമാണ് ഛേ എന്നുള്ളത്. നമ്മൾ ഒരാളെ നിരാകരിക്കുന്നതിന്റെ, ഒരാളോട് നമ്മൾ വിയോജിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ ഒരു വർത്തമാനമാണ് ഛേ. എന്താണ് സംഭവിച്ചത്? ഛേ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു അക്ഷരം പോലും ഉപ്പയോടും ഉമ്മയോടും പറയരുത്, അവർ വലുതായി പ്രായമേറിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ്. പ്രായമേറിക്കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് പ്രായമേറിക്കഴിഞ്ഞാൽ ഛേ എന്ന് പറയേണ്ട പല വർത്തമാനങ്ങളും അവരിൽ നിന്നുണ്ടാകും എന്നതുകൊണ്ട് കൂടിയാണ് പരിശുദ്ധ ഖുർആൻ അവർക്ക് പ്രായമായി നിന്റെ അടുത്തിരിക്കുമ്പോൾ അവരോട് നീ ഛേ എന്ന് പറയരുത് എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പലതും അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പലതും അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരിക്കലും അവരോട് ഛേ എന്നുള്ള ഒരു വർത്തമാനം പറയരുത്. വലാ തൻഹർഹുമാ, അവരെ അധിക്ഷേപിക്കരുത്, അവരോട് മാന്യമായിട്ട് വേണം വർത്തമാനം പറയുവാൻ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്കിനി വിടർത്തിക്കൊടുക്കുക എന്നാണ് മക്കളോട് പറയുന്നത്. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്കിനി വിടർത്തിക്കൊടുക്കുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചവനെ എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ കാരുണ്യപൂർവ്വം ഇവർ വളർത്തിയത്, അതുപോലെ എന്നോട് കരുണ കാണിച്ചതുപോലെ, എന്റെ മാതാപിതാക്കളെ കരുണ കാണിച്ചതുപോലെ
അവരോടും നീ കരുണ കാണിക്കണമേ എന്ന് എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പടച്ചതമ്പുരാൻ മനുഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എന്ത് ചെയ്താലും പ്രതികാരം ചെയ്യുവാനും എന്ന് പറയുവാനും നിങ്ങൾക്ക് അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. ലോകത്തിലെ അല്ലാഹുവിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പാപം ശിർക്കാണ്. ഈ ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളോട് പോലും മാന്യമായിട്ട് വേണം പെരുമാറുവാനെന്ന് സഹാബികളോട് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. അവരോട് അവർ ശിർക്ക് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് എന്ന് പറയുന്ന ആ തിന്മ, അതിനേക്കാൾ വലിയ ഒരു തിന്മ ഇനി ലോകത്ത് ചെയ്യാനില്ല ഒരാൾ. ആ ഒരു തിന്മ ചെയ്യുന്നവരാണ് നിന്റെ മാതാപിതാക്കളെങ്കിൽ പോലും ഒരിക്കലും അവരോട് അമാന്യമായിട്ട് പെരുമാറരുത്, മാന്യമായിട്ട് വേണം പെരുമാറുവാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളായ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും, അവർ ലോകത്ത് എന്ത് തെറ്റ് ചെയ്താലും അവരെ നിഷേധിക്കുവാനോ അവരെ നിരാകരിക്കുവാനോ അവരോട് മോശമായി പെരുമാറുവാനോ ഒരു മകനും ഒരു മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല. വസൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാപിതാക്കളെ പറ്റി മനുഷ്യന്മാർക്ക് നാം ഉപദേശം നൽകിയിട്ടുണ്ട്, വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ. അവന്റെ ഉമ്മ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ പേറി, ദുരിതങ്ങൾക്ക് മേൽ ദുരിതം പേറി, ക്ഷീണത്തിന് മേൽ ക്ഷീണം പേറി, ദൗർബല്യത്തിന് മേൽ ദൗർബല്യം പേറി ആണ് അവനെ ഗർഭം ധരിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 വർഷം ഇതേ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവന് മുലയൂട്ടിയിട്ടുള്ളത്. അനിഷ്കുർലി വലി വാലിദൈക. അവിടെയും അള്ളാഹുവിന്റെ അവകാശത്തോടൊപ്പം ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ അവകാശത്തെ പറ്റി പറയുന്നത്. എന്നോട് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുക. എനിക്കുള്ള നന്ദി കഴിഞ്ഞാൽ പിന്നെ നീ ലോകത്ത് നന്ദി കാണിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളോടാണ്. എനിക്കുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ നീ മാന്യമായിട്ട് വർത്തിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളോടാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അവകാശങ്ങളുടെ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ അള്ളാഹു മാതാപിതാക്കളെ എന്ന് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. എന്ത് സുന്ദരമാണ്, എത്ര സുന്ദരമാണ് പരിശുദ്ധ ഖുർആന്റെ ഈ പ്രയോഗം. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം, ദുരിതങ്ങൾക്ക് മേൽ ദുരിതം, ക്ഷീണത്തിന് മേൽ ക്ഷീണം, ദൗർബല്യത്തിന് മേൽ ദൗർബല്യം. അങ്ങനെയാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതും 10 മാസം ഈ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടക്കുന്നതും. ഗർഭിണി ഭർത്താക്കന്മാര് പുരുഷന്മാര് ഒരു ഗർഭിണിയെ കാണുന്നതും ഒരു ഗർഭിണിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും അവന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോഴാണ്. അവന്റെ ഉമ്മയുടെ ഗർഭം അവനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അവന്റെ ഭാര്യയുടെ ഗർഭം അവന് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ സ്നേഹനിധിയായ ഭാര്യ, അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവന്റെ ഭാര്യ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 5-8 മാസം 9 മാസമായ നിങ്ങളുടെ ഭാര്യമാർ എങ്ങനെയാണ് ഒരു ഗർഭം ചുമന്ന് നടക്കുന്നത് എന്ന്. നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, എങ്ങനെയും ഇരിക്കാൻ കഴിയാതെ, കിടന്നിടത്ത് നിന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയാതെ, ഒന്ന് കമിഴ്ന്ന് കിടക്കണമെന്ന് വിചാരിച്ചാൽ കമിഴ്ന്ന് കിടക്കാൻ കഴിയാതെ, എന്ത് പ്രയാസത്തോടുകൂടിയാണ് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകുന്നതും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും. ഇതേപോലുള്ള പ്രയാസങ്ങൾ താണ്ടിക്കൊണ്ടാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ 9 മാസം നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ഓർക്കാറില്ല. നിങ്ങളുടെ ഭാര്യയുടെ ഗർഭത്തിന്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ മാതാക്കളുടെ നിങ്ങളെ ഗർഭം ചുമന്നുകൊണ്ട് നിങ്ങളുടെ ഉമ്മ കൊണ്ട് നടന്നതിനെ പറ്റി അപ്പോൾ പോലും ആലോചിക്കാത്ത എത്രയെത്ര മക്കളുണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ. ആലോചിക്കാൻ അവർക്ക് കഴിയാറില്ല. ഇങ്ങനെയാണ് ഉമ്മ നിങ്ങളുടെ പ്രയാസങ്ങൾ, ഉമ്മാന്റെ പ്രയാസങ്ങൾ. ഇതാണ് ഖുർആൻ പറയുന്നത്, വഹനൻ അലാ വഹൻ. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നത്. നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മ എത്ര കരഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മ എത്ര ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല. ഇങ്ങനെയാണല്ലോ ഒരു ഉമ്മ കുഞ്ഞിനെ വളർത്തുന്നത്. ഇങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയത്. 2 മാസം 2 വർഷം നിങ്ങൾക്ക് മുലയൂട്ടുമ്പോ നിങ്ങളുടെ ഉമ്മയുടെ ചോരയായിരുന്നു ഊമ്പിക്കുടിച്ചത്. പക്ഷേ ഉമ്മാക്ക് ഒരിക്കലും അതിന്റെ പ്രയാസം ഉമ്മ പ്രകടിപ്പിച്ചിട്ടില്ല. പട്ടിണി കിടന്നുകൊണ്ട് ഉമ്മ നിങ്ങളെ മുലയൂട്ടുമ്പോൾ
ആ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ കുറുമ്പ് കാണിക്കുമ്പോൾ ആ ഉമ്മ പ്രകടിപ്പിക്കുന്ന ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ രാത്രി ഉമ്മയെ കിടക്കാൻ അനുവദിക്കാതെ കരയുമ്പോ ആ ഉമ്മ അതിൽ കണ്ടെത്തുന്ന ഒരു ആനന്ദമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളായത് എന്നും നിങ്ങളിന്ന് രണ്ടു കാലിൽ നടക്കുന്ന നിങ്ങൾക്ക് താനിക്ക് താൻ പോന്ന ഒരു മനുഷ്യനായി തീർന്നത് എന്നും ആലോചിക്കുവാൻ നിങ്ങൾക്ക് കഴിയാറില്ല, നമുക്ക് കഴിയാറില്ല. അങ്ങനെ ആകെപ്പാടെ ഉമ്മ എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോ ആ ഉമ്മ ഒരു വർത്തമാനം പറയുമ്പോ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഇന്റർനെറ്റിൽ ചില സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു അച്ഛന്റെയും ഒരു മകന്റെയും ഒരു ചിത്രമുണ്ട്, ഒരു ഉപ്പയുടെയും ഒരു മകന്റെയും ഒരു സംഭവം. അതായത് ഒരു പൂന്തോട്ടത്തിലിരുന്ന് അച്ഛനും മകനും പൂന്തോട്ടത്തിലിരിക്കുകയാണ്. മകൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസ്സായ അച്ഛൻ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പൂന്തോട്ടത്തിൽ ഒരു കിളി വന്നിരുന്നു, ചെടിക്കുമേൽ ഒരു കിളി. ഈ കിളിയെ കണ്ടപ്പോ അച്ഛൻ മകനോട് ചോദിച്ചു, എന്താണൊരു മോനെ? അപ്പൊ മകൻ പറഞ്ഞു, അതൊരു കിളിയാണ് അച്ഛാ. മകൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ കിളിയെ നോക്കി അച്ഛൻ ചോദിച്ചു, എന്താണത് മകനെ? അപ്പൊ മകൻ പറഞ്ഞു, അതൊരു കിളിയാണ്, കുറച്ചുകൂടി ശബ്ദം കൂട്ടിയിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അച്ഛൻ ചോദിച്ചു, അതെന്താണ് മോനെ? അപ്പോ മകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അതൊരു കിളിയാണ് എന്ന്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ചോദിച്ചു, അതെന്താണ് മോനെ? അപ്പൊ മകൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഭയങ്കരമായ ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടി അച്ഛനോട് കയർത്ത് സംസാരിച്ചു. എത്ര നേരമായി ചോദിക്കുന്നു, എന്താണ് ഞാൻ എത്ര തവണ മറുപടി പറഞ്ഞതാണ് ഇത് കിളിയാണ് എന്ന്, പിന്നെയും വീണ്ടും എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മകൻ ദേഷ്യപ്പെട്ടപ്പോ നിശബ്ദത പാലിച്ച അച്ഛൻ അകത്തുപോയി ഒരു ഡയറി കൊണ്ടുവന്നു. ഡയറി കൊണ്ടുവന്നിട്ട് ഇത് മകന് കൊടുത്തു. ഒരു പേജ് എടുത്തിട്ട് മകന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വായിക്ക്. വായിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഉറക്കെ വായിക്ക്. അപ്പൊ മകൻ ഉറക്കെ വായിക്കാൻ തുടങ്ങി. എന്റെ മകൻ, ഈ മോനെ പറ്റിയാണ് പറയുന്നത്, എന്റെ മകൻ അവന് 3 വയസ്സുള്ളപ്പോൾ ഞാനും അവനും പൂന്തോട്ടത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കിളി വന്ന് പിന്നെ പുഷ്പത്തിലിരുന്നു, ചെടിയിലിരുന്നു. അപ്പോ എന്റെ മകൻ ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ അവനോട് പറഞ്ഞു, അത് ഒരു കിളിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ മോൻ ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ അവനോട് പറഞ്ഞു, അതൊരു കിളിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ മോൻ ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ അവനോട് പറഞ്ഞു, അതൊരു കിളിയാണ്. അങ്ങനെ 20 വട്ടം എന്റെ മോൻ ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ 20 വട്ടവും അവൻ ഇത് ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോ ഞാൻ 20 വട്ടവും ഇത് കിളിയാണ് എന്ന് മറുപടി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായ ഒരാനന്ദമായിരുന്നു. വലിയ സന്തോഷത്തോടുകൂടി എന്റെ മകന്റെ ഒരു കുസൃതി എന്ന അർത്ഥത്തിലാണ് ഞാൻ അവനോട് 20 തവണ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അന്ന് ഇതേ മകന് 20 തവണയാണ് ഇതെന്താണ് എന്ന് ചോദിക്കുകയും ഈ ഉപ്പ അത് കിളിയാണ് എന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതേ മകൻ വലുതായി ഇതേ പൂന്തോട്ടത്തിലിരിക്കുമ്പോ 3 തവണ ഉപ്പ ചോദിച്ചിട്ടേ ഉള്ളൂ ഇത് എന്താണ് എന്ന്. 4ാമത് അത് ചോദിക്കുമ്പോ മകനെ അത് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അലറുകയാണ് അച്ഛനോട്, ഉപ്പയോട്. അപ്പോ ഈ ഡയറിയിലെ ഈ പേജ് വായിച്ച് മകൻ ഉപ്പയെ കെട്ടിപ്പിടിച്ച് പിന്നെ കരയുന്നതാണ് ഈ ചിത്രം. അപ്പൊ ഇത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഇങ്ങനെയാണ് പലപ്പോഴും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ജീവിതം. ഇങ്ങനെയാണ് എന്ന് മക്കൾ മാതാപിതാക്കളെ കാണുന്നത് പോലെയല്ല മാതാപിതാക്കൾ മക്കളെ കണ്ടിരുന്നത്, കാണുന്നത്. മാതാപിതാക്കൾ മക്കളെ കാണുന്നത് പോലെയല്ല മക്കൾ മാതാപിതാക്കളെ കാണുന്നത് എന്ന് നമുക്ക് ഇന്ന് പല സംഭവങ്ങളും പല ആളുകളുടെയും ജീവിതവും പല ബന്ധങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു. കുറച്ച് മുമ്പ് സൗദി അറേബ്യയിൽ പോയപ്പോൾ റിയാദിൽ ഒരു വലിയ മനുഷ്യനെ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹവുമായി സംസാരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഇത് സാധാരണ പുസ്തകം എന്ന് വിചാരിച്ച് ഞാനതത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് പെട്ടെന്ന് എന്നെ ആകർഷിച്ചു. അതായത് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് യദല്ലു റജുലു തിഫ്ലൻ ഹത്താ തമൂത ഉമ്മുഹു. ഒരു മനുഷ്യൻ അവന്റെ ഉമ്മ മരിക്കുന്നത് വരെ കുഞ്ഞായിരിക്കും എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ഒരു മനുഷ്യൻ, ഒരു പൂർണ്ണ മനുഷ്യൻ, ഒരു പുരുഷൻ അവന്റെ ഉമ്മ മരിക്കുന്നത് വരെ കുഞ്ഞായിരിക്കും എന്നതാണ് ആ തലക്കെട്ട്. അത് അത്യാകർഷകമായ ഒരു തലക്കെട്ടാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് നടക്കാൻ കഴിയില്ലെങ്കിലും, ആ ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും, കുഞ്ഞ് എത്ര വലിയവനായിട്ടുണ്ട് എങ്കിലും,
എത്ര പ്രായമായിട്ടുണ്ട് എങ്കിലും, എത്ര മഹാനായിട്ടുണ്ട് എങ്കിലും, ആരായിട്ടുണ്ട് എങ്കിലും ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 80-90 വയസ്സായ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 60-65 വയസ്സായ മകൻ ഒരു കുഞ്ഞു തന്നെയാണ്. 60-65 വയസ്സായ മകൻ ഒരു കുഞ്ഞു തന്നെയാണ്. 1 വയസ്സായപ്പോൾ ആ മകൻ ഒന്ന് ചുമക്കുന്നത് എങ്ങനെയാണോ ആ ഉമ്മ ശ്രദ്ധിച്ചിരുന്നത്, അതേപോലെ ഈ മകന് 65 വയസ്സും ആ ഉമ്മാക്ക് 85 വയസ്സും ആകുമ്പോൾ പോലും ഉമ്മയുടെ അടുത്ത് 65 വയസ്സായ മകൻ ചെല്ലുമ്പോൾ ഒന്ന് ചുമക്കുമ്പോ ഉമ്മ ചോദിക്കും, എന്താണ് ചുമക്കുന്നത്? ഒന്ന് ചൂട് വരുമ്പോ ഉമ്മ ചോദിക്കും, പനിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയാണ് ഉമ്മമാർ. എല്ലാ ഉമ്മമാരും ഇങ്ങനെയാണ് സഹോദരന്മാരെ. നിങ്ങളുടെ മുഖം വാടിയാൽ നിങ്ങളുടെ ഉമ്മാക്ക് കുറേ രോഗങ്ങളുണ്ടാവും. പക്ഷെ ഉമ്മയുടെ രോഗത്തെ പറ്റിയല്ല, നിങ്ങളുടെ രോഗത്തെ പറ്റിയാണ് ചോദിക്കുക. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. ഈ ഉമ്മയോട് എങ്ങനെയാണ് നാം തിരിച്ച് സ്നേഹം നൽകുന്നത് ഉമ്മാക്ക്? ഈ മഹാനായ മനുഷ്യന്റെ ഈ പുസ്തകം വായിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് രോഗം വരുന്നതും ഉമ്മ മരിക്കുന്നതും ഉമ്മയെ കബറടക്കുന്നതും ആ ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് മക്കളോട് പെരുമാറിയിരുന്നതും മക്കൾ ഉമ്മയോട് പെരുമാറിയിരുന്നതുമായ കഥകൾ സുന്ദരമായ ആയത്തുകളുടെ, ഹദീസുകളുടെ, കവിതകളുടെ പിൻബലത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന സുന്ദരമായ ഒറ്റയിരിപ്പിൽ വായിച്ചു പോകുന്ന ഒരു പുസ്തകമായിരുന്നു അത്. അതും യഥാർത്ഥത്തിൽ ഉമ്മമാർ ഓർമ്മിക്കപ്പെടുന്നില്ലല്ലോ മക്കളാൽ എന്ന് ആലോചിക്കുവാൻ ഒരു കാരണമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി സത്യവിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പടച്ച റസൂലേ, എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ് എന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ഒന്നാമതായി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് നീ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യമായിട്ട് റസൂല് പറഞ്ഞത് ബിർറുൽ വാലിദൈനി, നിന്റെ മാതാപിതാക്കളോട് മാന്യമായിട്ട് അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ അള്ളാഹുവും അള്ളാന്റെ റസൂലും പരിഗണന നൽകിയിരിക്കുന്നത് മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന പുണ്യമാണ്. ജിഹാദിന് വന്ന സഹാബിമാരെ പ്രവാചകൻ മടക്കി അയച്ചിട്ടുണ്ട്. നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലേ? ജീവിച്ചിരിപ്പുണ്ട്. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കളുടെ കാര്യത്തിലാണ് നീ ജിഹാദ് ചെയ്യേണ്ടത്. മടങ്ങിപ്പോയി വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടാമെന്ന സഹാബിമാരെ അള്ളാഹിന്റെ റസൂല് തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ജിഹാദിനേക്കാൾ പ്രധാനമാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന പുണ്യം. നമസ്കാരം സമയത്ത് നിർവഹിക്കുക എന്ന് പറയുന്ന, നമസ്കരിക്കുകയല്ല, നമസ്കാരം നേരത്തെ ചെയ്യുക എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യുന്ന നമസ്കാരം കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളോടുള്ള മാന്യമായ പെരുമാറ്റമാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മിമ്പറിലേക്ക് കയറുന്ന റസൂൽ 3 തവണ ആമീൻ പറയുന്നത്, 1 തവണ ആമീൻ പറയുന്നത് റമളാൻ വന്നിട്ടും റമളാനിൽ കുറ്റകൃത്യങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ കഴിഞ്ഞു പോകുന്ന ആളുകൾക്കെതിരെയുള്ള പ്രാർത്ഥനയ്ക്കാണ് എങ്കിൽ, മറ്റൊന്ന് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവർക്കെതിരെയുള്ള പ്രാർത്ഥനയ്ക്കുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ആമീനാണെങ്കിൽ, മൂന്നാമത്തെ പ്രാർത്ഥന സഹോദരിമാരെ, ജീവിച്ചിരിക്കുമ്പോ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും മാതാപിതാക്കൾക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം വാങ്ങിയെടുക്കാൻ കഴിയാതെ പോയ നിർഭാഗ്യവാനായ സത്യവിശ്വാസിക്കെതിരെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് സേവനം ചെയ്യുവാൻ വേണ്ടവോളം അവസരമുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങിയെടുക്കാൻ കഴിയാതെ പോയ ആ മനുഷ്യന്റെ നാശമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ പടി കയറുമ്പോ ആമീൻ എന്ന് പറയുകയും എന്താണ് സംഭവിച്ചത് എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 3 പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ 3ഉം ഇതായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ള ആമീനാണ് ഞാൻ ചൊല്ലിയത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്, ആമീൻ പറയുന്നത് അള്ളാന്റെ റസൂലാണ്. അപ്പോ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം വാങ്ങിയെടുക്കാൻ കഴിയാത്തവർക്കെതിരെ അള്ളാഹുവിന്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും
ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ അഫ്ളലുൽ ഖൽഖ്, സൃഷ്ടിശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്നും ആ പ്രാർത്ഥന ഇന്നും ഈ പ്രപഞ്ചത്തിൽ നമുക്കിടയിൽ നാം ജീവിക്കുന്ന ലോകത്ത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കളും നമ്മളും കൂടെ കഴിയുന്ന ഈ ലോകത്ത് ഇപ്പോഴും ആ പ്രാർത്ഥന, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും റസൂലിന്റെ ആമീനും നിലനിൽക്കുന്നുണ്ട് എന്നും ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണം. നിങ്ങളുടെ നരകമാണ്, നിങ്ങളുടെ സ്വർഗമാണ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും. അവർ നിങ്ങൾക്കെതിരെ ഒരു നിശ്വാസമയച്ചാൽ നിങ്ങളുടെ സ്വർഗത്തിന്റെ കാര്യം കഷ്ടമാണ്. 3 പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തള്ളുകയില്ല എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞിട്ടുള്ള 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഒരു വിധം നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ ഒറ്റക്കണ്ണ് ഉള്ള ഉമ്മ കാണിക്കുന്ന ഔദാര്യമുണ്ടല്ലോ, അതാണ് ഉമ്മമാരുടെ ഔദാര്യം. പക്ഷേ ആ ഉമ്മ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് പ്രാർത്ഥനയായി അത് നാവിലൂടെ വന്നിട്ടില്ലെങ്കിൽ പോലും, നിങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഉമ്മാക്ക് ഒരു ദീർഘനിശ്വാസം അയക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഉമ്മയുടെ ഒരു ശ്വാസമാണ്, ഒരു നിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെതിരെ എഴുതി വെക്കുന്ന ഒരു നിശ്വാസമാണ് എന്നോർക്കണം. അതുണ്ടായിരിക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു പുരോഗതിയും ഈ ലോകത്ത് സാധ്യമല്ല, പരലോകത്ത് ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം അള്ളാഹ്ക്കുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഇതാണ് എന്ന് നിങ്ങളെപ്പോഴും ഓർമ്മ വെക്കണം. മരിച്ചുപോയ മാതാപിതാക്കൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ പല ആളുകളുടെയും ഉപ്പമാരും ഉമ്മമാരും മരിച്ചുപോയിരിക്കുന്നു. അവരോടും നിങ്ങൾക്ക് ബാധ്യതകളുണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ. ആ ബാധ്യതകൾ നിർവഹിക്കണം. ഒരു സഹാബി റസൂലിനോട് വന്ന് ചോദിച്ചു, എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയ റസൂലെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇനി എന്തെങ്കിലും ഈ ലോകത്ത് എനിക്ക് ചെയ്യാനുണ്ടോ? റസൂൽ പറഞ്ഞു, ചെയ്യാനുണ്ട്. നീ ചെയ്യേണ്ടത് അസ്സലാത്തു അലൈഹിമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ഇഴന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നീ നിന്റെ മാതാപിതാക്കൾക്ക്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം. രണ്ടാമത്തേത് വ ഇംഫാദു അഹദിഹിമാ, നിന്റെ ഉപ്പയും ഉമ്മയും എന്തെങ്കിലും കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വല്ല വാക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ട ബാധ്യത നിങ്ങൾ മക്കളുടേതാണ്. മാതാപിതാക്കളുടെ കരാറുകൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ പാലിക്കുക. മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബാധ്യതകൾ അതാണ്. വഇക്റാമു സദീഖിഹിമാ, അവർ രണ്ടാളുടെയും സുഹൃത്തുക്കളെ നിങ്ങൾ ആദരിക്കുക, വളരെ പ്രധാനമാണ്. ചില വയസ്സായ ആളുകളെ, ഉപ്പാന്റെ സുഹൃത്ത്, ഉമ്മാന്റെ സുഹൃത്ത്, അവരെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായ അനുകമ്പയും പ്രത്യേകമായ സ്നേഹവും ഉണ്ടാകേണ്ടതുണ്ട്. എന്റെ ഉപ്പയുടെ സുഹൃത്തായിരുന്നു ഇത്, എന്റെ ഉമ്മയുടെ സുഹൃത്തായിരുന്നു ഇവർ എന്ന് പരിഗണിച്ചുകൊണ്ട് അവരോട് പ്രത്യേകമായ ഒരു അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിക്കുക. നിങ്ങളങ്ങനെ പ്രകടിപ്പിച്ചു നോക്കൂ, അവർ നിങ്ങൾക്ക് അതിനേക്കാൾ തിരിച്ച് സ്നേഹം നൽകും. മരിച്ചുപോയ നിങ്ങളുടെ ഉപ്പ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളുടെ ഉപ്പാനെ പറ്റി എത്രയോ കഥകൾ നിങ്ങളോട് പറയാനുണ്ടാകും. നിങ്ങളുടെ ഉമ്മാന്റെ സുഹൃത്ത്, ആ സ്ത്രീകൾ, അവർക്ക് നിങ്ങളുടെ ഉമ്മാനെ പറ്റി എത്രയോ പറയാനുണ്ടാകും. ആ ഉമ്മമാർ അവരുടെ സ്വന്തം മക്കളെ പോലെ നിങ്ങളെ സ്വീകരിക്കും. ആ ഉപ്പമാർ, നിങ്ങളുടെ ഉപ്പയുടെ സുഹൃത്തുക്കൾ, അവരുടെ സ്വന്തം മക്കളെ പോലെ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ സ്വീകരിക്കും. പക്ഷേ എന്റെ ഉപ്പയുടെ സുഹൃത്തായിരുന്നു എന്ന ഒരു പരിഗണനയോടെ ഉപ്പയുടെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഉമ്മയുടെ സുഹൃത്തുക്കളെയും കാണുവാൻ മക്കളായ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4ാമത്തെ കാര്യം വസിലത്തുർ റഹം അല്ലത്തി ലാ റഹ്മ ലക ഇല്ലാ മിൻ ഖിബലൈഹിമാ, മാതാപിതാക്കളിലൂടെയാണ് നിങ്ങൾക്ക് കുടുംബമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബബന്ധം നിലനിർത്തുക 4ാമതായി മാതാപിതാക്കളോട് നീ ചെയ്യേണ്ട ബാധ്യതയാണ്. ആരാണ് നിന്റെ കുടുംബം? നിന്റെ ഉപ്പയുടെ കുടുംബമാണ്, നിന്റെ ഉമ്മയുടെ കുടുംബമാണ്. അപ്പോ ഈ കുടുംബബന്ധം നിലനിർത്തുക എന്ന് പറയുന്നതാണ് നിനക്ക് നിന്റെ ഉപ്പയോടും ഉമ്മയോടും അവരുടെ മരണശേഷം പ്രകടിപ്പിക്കുവാനുള്ള സ്നേഹവും കൂറും കാരുണ്യവും പ്രതിബദ്ധതയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ മരിച്ചുപോയ മാതാപിതാക്കളുള്ള മക്കൾ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അവരുടെ സുഹൃത്തുക്കളോട് മാന്യമായിട്ട് പെരുമാറുകയും അവരോട് സ്നേഹപൂർവ്വം വർത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കരാറുകളും വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് എങ്കിൽ അത് പാലിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവരിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് എന്റെ കുടുംബം എന്ന് പറയുന്നത്. അതോർത്തുകൊണ്ട് എന്റെ ഉപ്പയുടെ കുടുംബം, എന്റെ ഉമ്മയുടെ കുടുംബം എന്ന് വിചാരിച്ച് ആ കുടുംബത്തോടുള്ള ബന്ധം നിലനിർത്തുക. ഇതാണ് മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള മക്കളുടെ ബാധ്യത എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പുനർവിചിന്തനങ്ങൾ നടത്തുക. നമ്മൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ എല്ലാ ശ്രദ്ധയും വെക്കുന്ന മക്കൾ പോലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മൾ ശരിയാണ്, നമ്മൾ അവരെ ബത്സിക്കുന്നില്ല, അവരെ ചീത്ത പറയുന്നില്ല, അവരെ ശകാരിക്കുന്നില്ല, എല്ലാം ശരിയായിരിക്കും. നല്ലവരാണെങ്കിൽ പോലും ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഇത്ര മാന്യതയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ മാതാപിതാക്കളോടൊത്ത് സമയം ചെലവഴിക്കുവാൻ നമുക്ക് പലപ്പോഴും സമയമില്ല. നമ്മുടെ ഭാര്യാമക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ, ദുനിയാവിന്റെ കാര്യം നോക്കുവാൻ നമുക്ക് സമയമുണ്ട്, ഇതിന് നമുക്ക് സമയമില്ല. ഒറ്റപ്പെട്ട് കഴിയുകയാണ് മാതാപിതാക്കൾ. അവർക്ക് പ്രായമായാൽ, നമ്മൾ അവരുടെ ഒരു പ്രായത്തിലെത്തിയാൽ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഒറ്റപ്പെടുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവരുമായി ഇടപഴകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കൾക്ക് ജീവിതത്തിന്റെ ഓരോ നിമിഷവും തള്ളി നീക്കാൻ കഴിയാതെ അവർ പ്രയാസപ്പെടുകയാണ്. അവരെന്ത് ചെയ്യാനാണ്? അവർക്ക് നിങ്ങളെപ്പോലെ ലോകത്ത് ഓടി നടക്കാൻ കഴിയില്ല. അവർക്ക് നിങ്ങളെപ്പോലെ സുഹൃത്തുക്കളും പരിവാരങ്ങളുമില്ല. അവർക്ക് നിങ്ങളെപ്പോലെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അവർക്ക് ടി വി കാണാനും അതുപോലുള്ള ആസ്വാദകരമായ കാര്യങ്ങളും കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല അവരുള്ളത്. ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, നിങ്ങൾ അവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നവർ പോലും ചെയ്യുന്നത്. അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരരുത്. നമ്മൾ നമ്മുടെ പഴയ കാലം ഓർക്കുക. പരിശുദ്ധ ഖുർആൻ ഗർഭത്തെയും മുലയൂട്ടലിനെയും പറ്റി പറഞ്ഞ, മാതാവിനെ പറ്റി, മാതാപിതാക്കളെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമ്മൾ പിന്നിലാണ്. കൂടുതൽ സമയം എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ചെലവഴിക്കണം. കാരണം അവരുടെ ആയുസ്സിലെ സമയം വളരെ തുച്ഛമാണ്. അവരെപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ഇനി സേവനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി അവർക്ക് സേവനങ്ങൾ ചെയ്യുക. നമ്മുടെ സ്വന്തമായ ഭാര്യാമക്കളുടെ കാര്യം വരുമ്പോ ഇതൊക്കെ മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവരുടെ മാതാപിതാക്കളോട് ഉള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമരായ ഭാര്യമാരായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയാണ് സ്വന്തം ഭർത്താവിനെ, ആ ഭർത്താവിന്റെ ഉമ്മയോടുള്ള ബാധ്യതകൾ അനുസ്മരിപ്പിക്കുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാൻ ആദരിക്കുന്ന ഭാര്യ, ഈമാനും തഖ്വയുമുള്ള എന്റെ ഭാര്യയാണ് എന്റെ ഓർമ്മിപ്പിച്ചത്. നമ്മൾ യഥാർത്ഥത്തിൽ ഉമ്മയോടുള്ള ബാധ്യതകൾ വേണ്ടതുപോലെ നിർവഹിക്കുന്നില്ലല്ലോ എന്ന്. എന്റെ ഭാര്യയാണ് ഉമ്മയോടൊത്ത് സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഭാര്യമാർ ഇങ്ങനെയുള്ള ഭാര്യമാരാകണം. ഭർത്താക്കന്മാരെ അവരുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഓർമ്മിപ്പിക്കുന്ന ഭാര്യമാരാണ് നമ്മുടെ ഭാര്യമാർ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ സഹോദരിമാർ ഈ രംഗത്ത് ഒരിക്കലും ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒരു തടസ്സമല്ല. ഭർത്താക്കന്മാർക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ഒരു പ്രചോദനമാണ് എന്ന് വരേണ്ടതുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഉപ്പയുടെയും ഉമ്മയുടെയും ആയുസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആയുസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് അവർക്ക് അവശേഷിക്കുന്ന ഈ അല്പകാലം സന്തോഷവും സമൃദ്ധിയും നിർവൃതിയും ഞങ്ങളെപ്പറ്റിയുള്ള നല്ല വിചാരവും ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ഏതറ്റം വരെയും അവരുടെ കാര്യത്തിൽ പോകാം. ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളോട് പോലും മാന്യമായിട്ട് പെരുമാറാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണ് അമാന്യമായിട്ട് അവരോട് പെരുമാറുക എന്ന വിചാരം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് നിങ്ങളുടെ സ്വർഗം. ആ മാതാവിന്റെ കാൽച്ചുവട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ല എങ്കിൽ, ഈ മാതാവിന്റെ മടിത്തട്ടിൽ, നിങ്ങൾ വളർന്ന മടിത്തട്ടിനോട് നിങ്ങൾ മാന്യത പുലർത്തുന്നില്ലെങ്കിൽ,
നിങ്ങളോട് നന്ദി കാണിച്ചിട്ടുള്ള, സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഉപ്പമാരോടും ഉമ്മമാരോടും നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ അമലുകളൊക്കെ, ബാക്കിയുള്ള നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ പാഴ്വേലകളാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. ദുനിയാവിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ബർക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവുമാണ് നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുന്നത് മാതാപിതാക്കളോടുള്ള അമാന്യമായ പെരുമാറ്റത്തിലൂടെയെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് പരമാവധി ചെയ്യാവുന്നതിന്റെ അങ്ങേ അറ്റം വരെ മാതാക്കൾക്കും പിതാക്കൾക്കും വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ നിങ്ങളെപ്പറ്റിയുള്ള നിറഞ്ഞ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയായിരിക്കണം നിങ്ങളുടെ ഉപ്പയും ഉമ്മയും കണ്ണടക്കേണ്ടത്. മരിച്ചുപോയിട്ടുള്ളവരാണ് നിങ്ങളുടെ മാതാപിതാക്കളെങ്കിൽ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട് എന്നാണ് റസൂൽ പറയുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവരുടെ സുഹൃത്തുക്കളെ പരിഗണിക്കുക, അവരുടെ കരാറുകൾ പാലിക്കുക. അവരിലൂടെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ കുടുംബ ബന്ധം കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ഓർത്തുകൊണ്ട് കൂടുതൽ സുദൃഢമാക്കുക, ബന്ധങ്ങൾ കൂടുതൽ വിളക്കി ചേർക്കുക. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും അവന്റെ പ്രിയപ്പെട്ട അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും മാതാപിതാക്കളുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന നല്ല മക്കളാകുവാനുള്ള തൗഫീഖ്, സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ.